ഇന്ന് രാവിലെ തന്നെ ഒരു പണിയും കൊണ്ട് എണീറ്റ് വന്നപ്പോൾ കറണ്ടില്ല. അപ്പം പിന്നെ ജസ്റ്റ് ഒരു പാൽച്ചായയും കാച്ചി കുടിച്ചിട്ട് നേരെ ഓട്ടോയുടെ പകരം ദോശ ചട്ടി വെച്ചു. ദോശ കലക്കി പറഞ്ഞ് നമ്മളുണ്ടോ, പോരാളികളല്ലേ, വിട്ട് കൊടുക്കുമോ, അവരൊക്കെ പറഞ്ഞേക്കണ്ടേ. അങ്ങനെ പിള്ളേർക്കൊക്കെ ചായയൊക്കെ കൊടുത്ത് അവർ സ്കൂളിൽ പോകാൻ റെഡിയാക്കി. ഒരു 9:45 വരെ ഒടുക്കത്തെ തിരക്കി കിട്ടോ, പിടിച്ച കിട്ടും. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ചായ കുടിക്കാൻ പറ്റിയില്ല. അങ്ങനെ നേരെ ചായ കുടിക്കാൻ പോയി ഞാനും ജംഷയും കൂടെ. അതൊക്കെ കഴിഞ്ഞ് ഉമ്മച്ചോറ് സാധനം വാങ്ങിക്കാൻ പറഞ്ഞത് അതൊക്കെ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് നേരെ കാർ പഠിപ്പിക്കാനായിട്ട് പോയത്. കാർ പഠിപ്പിക്കലൊക്കെ കഴിയുകയാണെങ്കിൽ കുറച്ച് സമയം എടുക്കും. കാർ പഠിപ്പിക്കൽ വന്നപ്പോൾ ഇവിടെ ജംഷിദ് എന്തോ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ കഴിക്കുകയാണ് ഞാനും ജംഷിയും ഫസ്റ്റിനും കൂടെ. ഫസ്റ്റിന് 10 മണിക്കാണ് വന്നത്, അല്ലെങ്കിൽ അവൾക്ക് കൃത്യം ഇഷ്ടമല്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും നേരെ പോയത് എങ്ങോട്ടേക്കാ, ഗ്രൗണ്ടിലോട്ടാണ്. കാരണം എനിക്ക് ഇവരുണ്ടായാലും പഠിപ്പിക്കാനുള്ളതുകൊണ്ട് ഈ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ചേച്ചിനെ നോക്കാൻ ഒരാൾ വേണം. അപ്പം പിന്നെ അത് ജംഷി ഏറ്റെടുത്തു. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഉച്ചയായി, നല്ല വിശപ്പുണ്ടായിരുന്നു. നേരെ ചെന്ന് ചോറ് കഴിക്കാനാണ്. ചോറ് വിധിച്ചിക്കൂടെ നോക്കണ്ട, ഇന്ന് ഇഷ്ടം പോലെ കറിയും കുറച്ച് ചോറേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നാണല്ലോ. ഞങ്ങളതൊക്കെ കഴിച്ചപ്പോൾ തിണ്ടാ ഈവനിങ് ആയപ്പോൾ നല്ല മഴയാണ്. അപ്പോൾ ഒന്ന് മഴ കാണാൻ ഇറങ്ങിയതാണ്. മഴ കണ്ടു നിന്നപ്പോഴാണ് ഞങ്ങൾക്കൊരാഗ്രഹം, കുറച്ചൊന്ന് ചായ കുടിച്ചാലോ. അവിടെ നിന്നാണെങ്കിൽ റിസർവ് ബേക്കറിയിൽ നിന്ന് നല്ല ചൂട് കടിൻ്റെ എണ്ണ പൊരിയണങ്ങനെ മണം വരും. അപ്പം പിന്നെ ഇവിടെ പിടിച്ചെടുക്കാൻ പറ്റുമോ, ഇല്ല. അപ്പം ഞങ്ങൾ നേരെ ചെന്ന് പഴംപൊരിയും സമൂസയും പരിപ്പ് വടയും കഴിച്ച് നേരെ വീട്ടിൽ പോയി. മക്കളെ കൂട്ടി വന്നപ്പോഴാണ് മോന് പല്ലുവേദനയാണെന്ന് പറഞ്ഞു. അങ്ങനെ അവനെയും കൂട്ടിയിട്ട് എന്ത് ചെയ്യും, നേരെ ചുള്ളിക്കാർമുക്ക് വന്നപ്പോൾ സിത്തുവിന് ഒരു ചെരുപ്പം വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ അതാ അപ്പുറത്ത് നാതിൽ രണ്ടുപേരും കൊണ്ടുപോയാണ്ട് ഐസ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ജലദോഷം മോനുണ്ട്. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇരുട്ടായപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.